താറ്റിയോട് അത്തിപ്പിടിക കനാലിൽ നാട്ടുകാർ നിർമ്മിച്ച താൽക്കാലിക വിശ്രമ കേന്ദ്രം സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തു. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. വിശ്രമവേളകളിൽ ഒത്തുചേരാൻ വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഷെഡാണ് തകർത്തത്. സ്കൂൾ ബസ് കാത്തുനിൽക്കുന്ന കുട്ടികൾ, രക്ഷിതാക്കൾ, വഴിയാത്രക്കാർ, നാട്ടുകാർ തുടങ്ങിയവർ ജോലി കഴിഞ്ഞ് വൈകുന്നേരങ്ങളിലും മറ്റ് വിശ്രമവേളകളിലും ഒത്തുചേരാൻ വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഷെഡാണ് തകർത്തത്. കഴിഞ്ഞ മാസമാണ് ഷെഡ് പുതുക്കി പണിതത്. തികച്ചും നാട്ടിൻപുറമായ ഇവിടെ മറ്റൊരു സാധ്യതയും ഇല്ലാത്തതിനാലാണ് നാട്ടുകാർ ഇത്തരത്തിലൊരു കേന്ദ്രം നിർമ്മിച്ചത്. യാതൊരു സംഘർഷവുമില്ലാത്ത സ്ഥലത്തുണ്ടായ ഇത്തരം പ്രവൃത്തികളിൽ നാട്ടുകാർക്കിടയിൽ കടുത്ത പ്രതിഷേധമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും അറിയില്ല. നമുക്ക് ഇന്ന് രാവിലെ പുനർനിർമ്മാണം ചെയ്തെന്ന് തന്നെ പറയാം. കാരണം ഇത് വർഷങ്ങളായിട്ട് നമുക്ക് ഇവിടെ ഒരു ഷെൽട്ടർ എന്നുള്ള രീതിയിൽ നമുക്കുണ്ട്. അത് ഷീറ്റെല്ലാം ഇട്ടിട്ട് അങ്ങനെ അപ്പം മഴയത്ത് അത് വല്ലാത്ത രീതിയിൽ ചോർന്ന് വലിച്ചുകൊണ്ട് സ്കൂൾ കുട്ടികളെല്ലാം ഇവിടെ ഇരുന്നിട്ട് ബസ് വരുന്നവരെ കാത്തു കൊല്ലം ചെയ്യുന്ന ഒരു ഷെൽട്ടറാണ്. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, വഴിയാത്തോട്ട് പോകുന്ന കൂട്ടർക്കും ഈ ഭാഗത്തുള്ള ഒരു വയോജന വിശ്രമ കേന്ദ്രം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നുള്ളത്. പിന്നെ ആളുന്നില്ല, എങ്ങനെയാലും പകൽ സമയത്ത് ഇതിലോട്ട് പോകുന്ന കൂട്ടർക്ക് ഒരു വിശ്രമം എന്നുള്ള രീതിയിൽ അടി ഇരിക്കാനും ആക്കാനും കുട്ടികൾക്കായാലും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കായാലും എല്ലാവർക്കും ഒരു നല്ലൊരു ഷെൽട്ടറായിട്ട് ഞാൻ ഇതുള്ളത്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇത് ഇത്തരത്തിൽ ആരാ ചെയ്തതെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ല. രാഷ്ട്രീയപരമായിട്ട് നമ്മൾ അത്തിപ്പൊടിയൊക്കെ ഇന്ന് വരെ അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഒരു പ്രകോപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന് കുട്ടികൾ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പോലീസ് വന്നിട്ട് അന്വേഷിച്ചിട്ട് അതാരാണെന്ന് നമുക്ക് കണ്ടെത്തിയിട്ട് നമുക്ക് തരണം തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇത്രയും നമുക്കൊരു പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഈ ഷെൽട്ടർ നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭാരവാഹികൾ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഗ്രാമിക ന്യൂസ്, ചക്കരക്കൽ.